കൊല്ലം കുണ്ടറ ഇളമ്പള്ളൂരിൽ തീ തുപ്പിയുള്ള കാറിന്റെ അഭ്യാസ പ്രകടനത്തിൽ വാഹന ഉടമ മുഹമ്മദ് ഇർഫാൻ ഇന്ന് കൊട്ടാരക്കര എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ഹാജരാകണമെന്ന് MVDയുടെ നോട്ടീസ്. മുഹമ്മദ് ഇർഫാന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. വാഹനത്തിന്റെ RCയും റദ്ദാക്കും. കാർ രൂപമാറ്റം വരുത്തിയത് വരുമാനമുണ്ടാക്കുന്നതിന് എന്ന് പോലീസ് കണ്ടെത്തി. കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് അനുജയ് വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പ്. പ്രത്യേകിച്ച് ഈ കാറ് നാട്ടുകാർക്കിടയിൽ കുണ്ടറയിൽ ഒരു വിവാഹ പരിപാടിക്ക് പങ്കെടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അഭ്യാസ പ്രകടനം ഈ കാറുമായിട്ട് വന്ന വ്യക്തി നടത്തിയിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഈ സംഭവം മോട്ടോർ വാഹന വകുപ്പിന് തന്നെ ആകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണത്തിലിട്ട് മോട്ടോർ വാഹന വകുപ്പ് കടക്കുകയാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ വാഹന ഉടമയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് തന്നെ കൊട്ടാരക്കര എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ഹാജരാകണമെന്നത് പറഞ്ഞിട്ടുണ്ട്. വണ്ടിയുടെ RC റദ്ദ് ചെയ്യാനും ഇയാളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുമുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വാഹനം മോഡിഫൈ ചെയ്ത് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നടത്തുന്ന സൂചന മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലെ വാഹനങ്ങളിലേക്ക് കൂടിയുള്ള അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇങ്ങനെ മോഡിഫൈ ചെയ്ത് പുറത്തിറങ്ങിയിട്ടുള്ള വാഹനങ്ങളിലേക്ക് അന്വേഷണം നടത്തുന്നു. അത് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന കണ്ടെത്തലിലേക്കുള്ള പരിശോധന ശക്തമാക്കിയാണ് മോട്ടോർ വാഹന വകുപ്പ്. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയുന്നത്, ഈ വാഹനം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെ വൈറലായിട്ടുള്ള ഒരു വാഹനമാണ്. ഇത് സ്കൂൾ, മറ്റ് കോളേജ് പരിപാടികളിലേക്ക്, അതുപോലെ തന്നെ മറ്റ് വിവാഹാഘോഷ പരിപാടികളിലേക്കൊക്കെ തന്നെ ഈ വാഹനം പണം കൊടുത്ത് എത്തിക്കാറുണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. കൂടാതെ ഇൻസ്റ്റഗ്രാം റീൽസ് ഒക്കെ ഇറക്കി ഇതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുകയായിരുന്നു ഈ വ്യക്തി എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തടയിടാനുള്ള ശ്രമം മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും കർശനമായിട്ടുള്ള നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു തരത്തിലും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പുറത്തിറങ്ങാതിരിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുകയാണ്.